ഈ ഒരു വീഡിയോ കണ്ട് ക്ലയൻറ്റ് പറയാണ് കോൺക്രീറ്റിൽ കമ്പി ഇടുന്നൊന്ന് ചെക്ക് ചെയ്യണേ, ഇതുപോലത്തെ ഒരു അവസ്ഥ നമുക്ക് വരരുത് കേട്ടോ. ഈ വീഡിയോയിൽ കണ്ട കോൺക്രീറ്റിൽ കമ്പില്ല. ആ കോൺക്രീറ്റിൽ കമ്പീൻ്റെ ആവശ്യമുണ്ടോ? ആ കോൺക്രീറ്റിൽ ആക്ച്വലി കമ്പീൻ്റെ ആവശ്യം ഇല്ല. ഒരു ടെക്നിക്കലായിട്ടുള്ള കാര്യം സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്തൊരു സാധനത്തിനും രണ്ട് രീതിയിലുള്ള സ്ട്രെങ്ത് ആണെന്ന് നോക്കാം. ഒന്ന് കംപ്രസീവ് സ്ട്രെങ്ത്ത്, ഒന്ന് ടെൻസൈൽ സ്ട്രെങ്ത്ത്. ഇവിടുന്ന് നിലത്തുനിന്ന് കിട്ടിയൊരു ഗ്ലാസ് പീസാണ്. ഇത് ആക്ച്വലി നല്ല കംപ്രസീവ് സ്ട്രെങ്ത് ഉള്ളതാണ്. അതായത് നമ്മൾ കൈ കൊണ്ട് എത്ര അമർത്തിയാലും ഒന്നും പറ്റില്ല. പക്ഷേ ഇതിന് ടെൻസൈൽ സ്ട്രെങ്ത്ത് കുറവാണ്. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ബെൻഡാകുമ്പോഴേക്കും ഇത് പൊട്ടി. നമ്മൾ കോൺക്രീറ്റിൽ റെയിൻഫോഴ്സ്മെൻറ്റ്സ് ആഡ് ചെയ്യും. നമ്മൾ സ്റ്റീൽ കമ്പി ആഡ് ചെയ്യും. ഈ കമ്പി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു മരത്തിനെ പോലെ അത് ആക്ട് ചെയ്യും. അതായത് ഏകദേശം ഒരേപോലത്തെ സൈസുള്ള മരമാണ്. പക്ഷേ ഇത് വളയ്ക്കുമ്പോൾ കുറച്ച് ബെൻഡാവും. പക്ഷേ എന്താവില്ല, പൊട്ടൂല. ചെറിയ രീതിയിൽ ബെൻഡാകാൻ മാത്രമേ ചെയ്യുള്ളൂ. അതുകൊണ്ട് ഇതിന് കംപ്രസീവ് സ്ട്രെങ്ത്തും വന്നു. ഓൾറെഡി കോൺക്രീറ്റിനുള്ള കമ്പി ആഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ടെൻസൈൽ സ്ട്രെങ്ത്തും നമുക്ക് ഈ കോൺക്രീറ്റിൽ കിട്ടി. ആ വീഡിയോയിൽ കണ്ട പോലെ രണ്ട് പടവിൻ്റെ ഇടയിലുള്ള ഈ കോൺക്രീറ്റ് ആക്ച്വലി വേറൊരു ടെൻസൈൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ ആ കോൺക്രീറ്റിൽ കമ്പിയുടെ ആവശ്യമുള്ളൂ.